അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ്. അത് അവൾ ഉപ്പയുടെ നാട്ടിലേക്ക് പോകുവാനുള്ള ട്രെയിനിൽ കയറാമെന്ന് കരുതി അവൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിലും അവൾക്ക് കയറാൻ കഴിഞ്ഞില്ലായിരുന്നു. അത് കോയമ്പത്തൂരാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോടെങ്കിലും ചോദിച്ചാൽ അറിയുമായിരിക്കും. എന്നാൽ ട്രെയിനുകൾ തലങ്ങും വിലങ്ങും ഓടുന്നുണ്ട്. ഏതിലാണ് കയറേണ്ടത്, എന്താണ് കയറേണ്ടത് അതൊന്നും അറിയില്ല. ഇതുവരെ ട്രെയിൻ യാത്ര പോയിട്ടുമില്ല. അതെ, ഒരു വണ്ടിക്കാരനോട് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞതാണ്. അയാൾ ഇവിടെ കൊണ്ട് ഇറക്കുകയും ചെയ്തു. പിന്നീട് എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയുന്നില്ല. എന്നാൽ കഴിയുന്നില്ല. വല്ലാതെ ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. കയ്യിലുള്ള ആ ഒരു പൈസ കൊണ്ട് ചായയും ഒരു വടയും വാങ്ങിക്കഴിച്ചു. അതെ, അത് കഴിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ക്ഷീണം. ആ ഒരു ബാഗുകൾ തലക്കടിയിൽ വെച്ച് അവളവിടെ കിടന്നു. അല്ലാ, പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണ പോലെ. എന്നാൽ ട്രെയിനിൻ്റെ ശബ്ദം, ഹോണിൻ്റെ ശബ്ദം എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ അവൾ മറ്റേതോ ലോകത്തിലെന്ന പോലെയായിരുന്നു അവൾ കിടന്നിരുന്നത്. ഒരുപാട് ആളുകൾ അപ്പുറവും ഇപ്പുറവും കിടക്കുന്നുണ്ട്. അവരുടെ എല്ലാം കാലുകളിലും ശരീരത്തിലുമെല്ലാം ഈച്ചയാർക്കുന്നുണ്ട്. അവർ യാചിക്കുന്നവരിൽ പെട്ടവരാണെന്ന് തോന്നുന്നു. അറിയുന്നില്ല. അത് എൻ്റെ കയ്യിലുള്ള തുച്ഛമായ ഒരു പൈസ മാത്രമാണ്. ഫോണുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നോക്കാമായിരുന്നു. അക്കൗണ്ടിൽ ബാലൻസ് കിടപ്പുണ്ട്. അത് അതിലേക്ക് കയറുകയും ചെയ്യും. എന്ത് ചെയ്യാൻ? ഉമ്മ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ഞാൻ ആരോട് പറയാൻ? എനിക്ക് ആരും പറയാനില്ലല്ലോ. അതെ, പറയാമായിരുന്നു നവാസ്കയോട്. എന്നാൽ നവാസ്കയുടെ വാക്ക് കേൾക്കാതെ ഞാൻ ഇറങ്ങിത്തിരിച്ചു വീട്ടിലേക്ക്. ഇപ്പോൾ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ജീവിക്കാൻ കൊതിയൊന്നുമില്ല. മരണപ്പെട്ടാലും മതി, കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പരാജയം. അതെ, നവാസ്കയെ വിട്ടു പോകുന്നതിന് ശേഷം തന്നെ പിന്നീട് വീട്ടിൽ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ എപ്പോഴും ചീത്ത പറച്ചിലും കാര്യങ്ങളും. സത്താറുമായുള്ള വിവാഹം നടത്താൻ ഞാൻ എതിര് നിന്നപ്പോൾ എന്നെ ചീത്ത പറഞ്ഞതും എല്ലാം ആലോചിക്കുമ്പോൾ പേടിയാണ്. ഓ എൻ്റെ റബ്ബേ! എന്നാൽ ഇപ്പോഴിതാ എൻ്റെ അവസ്ഥ. ട്രെയിനുകൾ ചീറിപ്പായുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മൂലയിലായിട്ട് അവൾ കിടക്കുകയാണ്. ഒരു പാതിരാത്രി അതാ അവൾ അവിടെ നിന്ന് ഞെട്ടി ഉണരുകയാണ് ട്രെയിനിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്. എന്നാൽ പെട്ടെന്ന് ഒരാൾ അതുവഴി അവളെ തട്ടി വിളിച്ച്, എങ്ങോട്ടാ, ഏത് ട്രെയിനാണ് പോകുന്നത്? അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അതെ, തന്നെ അയാൾ ഭീകരമായി തുറച്ചു നോക്കുന്ന പോലെ അവൾക്ക് തോന്നി. എന്നാൽ അവൾ ഭയത്തോടെ വീണ്ടും ആ ബാഗ് കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. അറിയുന്നില്ല എങ്ങോട്ടാണ് പോകേണ്ടത്. കോയമ്പത്തൂരാണെന്നറിയാം. പക്ഷേ എൻ്റെ ഉപ്പ. അവൾക്കാണെങ്കിൽ നന്നായിട്ട് ദാഹവും വിശപ്പുണ്ട്. അത് കയ്യിൽ കരുതിയ ആ ഒരു കുറച്ച് ചില്ലറ പൈസകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അവൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. നന്നായിട്ട് ദാഹിക്കുന്നു, നന്നായിട്ട് വിശക്കുന്നു. കടകളെല്ലാം അടച്ചു പോയോ? അറിയുന്നില്ല. അവൾ നേരെ വേച്ച് നടന്നു. വല്ലാതെ കാലുകളൊക്കെ വേദനിക്കുന്നു. നേരത്തെ വരുന്ന വഴിയിൽ ഒരു മുള്ള് കാലിൽ എങ്ങനെയൊക്കെയോ കുത്തിത്തറച്ചിട്ടുണ്ട്. അതും അതിൻ്റെ വേദന എല്ലാം കൂടെ. അവൾ ആ ബാഗും കയ്യിൽ പിടിച്ചുകൊണ്ട് അതാ പതുക്കെ മുന്നോട്ട് നടന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ നടുവിലായിട്ട് അതാ ഒരു പൈപ്പ്. ആ പൈപ്പ് അതിൻ്റെ ടോപ്പ് പൊക്കി. അതിൽ ഒരു ചുടുവെള്ളമാണ് വരുന്നത്. അവൾക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അതും സ്പീഡ് കുറഞ്ഞ വെള്ളം. എങ്കിലും അവൾ തൻ്റെ കൈക്കുമ്പിളിലേക്ക് കുറേശ്ശെ വെള്ളമെടുത്ത് അവൾ കുടിച്ചു. ദാഹം കൊണ്ട് അവൾ വീണ്ടും ആ ടാപ്പ് പൊക്കി അവൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. നന്നായി വിശക്കുന്നുണ്ട്. അവൾ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലേക്ക് കയറിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാഷ്. അല്ലാ, എനിക്ക് ക്യാഷ് ഇതെങ്ങനെ ട്രെയിനിന് തികയോ? എനിക്കറിയുന്നില്ല. ഇതിൽ ആകെ 2.20 2.10 മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് ഓട്ടോക്കാരൻ ഉള്ള പൈസ ഓട്ടോക്കാരൻ വാങ്ങി. കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ. അല്ലാ, ഞാൻ എന്ത് ചെയ്യാം ഈ ഒരു 60 രൂപ കൊണ്ട്? അറിയുന്നില്ല. എങ്ങനെയെങ്കിലും ട്രെയിനിൽ കയറി പറ്റണം. കോയമ്പത്തൂർ എത്തിക്കിട്ടിയാൽ ബാപ്പ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ ഏതാ ഒന്നും അറിയണില്ല. എവിടെയാണെന്നോ പഠിച്ചവനെ ഭാഷയും അറിയുന്നില്ലല്ലോ. അവൾ തൻ്റെ ബാഗ് കെട്ടിപ്പിടിച്ചുകൊണ്ട് വീണ്ടും ആ
സിമൻറ്റ് ബെഞ്ചിൽ അങ്ങനെ ഇരുന്നു. ഓരോ ട്രെയിനുകളും പോകുന്നു. എന്നാൽ ചിലരൊക്കെ ആ പെണ്ണിനെ നോക്കുന്നു. പാതിരാത്രിയിൽ ഒരു യുവതിയായ പെണ്ണ് ഒറ്റക്ക് ബാഗുമായിട്ട് അവിടെ, അതും ഈ ആളൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. പലരും ചില നോട്ടങ്ങൾ കൊണ്ട് അവളെ അങ്ങ് ഒഴിഞ്ഞു പോകുന്നുണ്ട്. അവൾക്ക് മനസ്സിൽ ഭയം തോന്നി. റബ്ബേ, ഒരു നിമിഷം അവൾ ആലോചിച്ചു, തിരിച്ച് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോയാലോ? അയ്യേ വേണ്ട, അത്രക്കും ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടതാണ്. വീണ്ടും ഞാൻ കുഞ്ഞൊന്നും ഇല്ലാതെ അങ്ങോട്ട് കയറി ചെന്നാലേ ഒരിക്കൽ പോലും അവർക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ വെറുത്തു പോയതാണ്. എന്താ ചെയ്യുക, എൻ്റെ ബുദ്ധിമോശം, അല്ലാതെന്താ, വേറൊന്നും പറയാനില്ല. അതെ, സ്വന്തം ഭർത്താവ് എന്നെ എൻ്റെ നവാസ്ക എങ്ങനെ നോക്കിയതായിരുന്നു. അതെ, കാല് പിടിച്ച് കരയണം, മാപ്പ് പറയണം. അത്രത്തോളം എന്നെ സ്നേഹിച്ചിരുന്നു. ഒരു വാക്കുകൊണ്ട് പോലും വിഷമിപ്പിക്കാതെ, വേദനിപ്പിക്കാതെ. ആ സ്നേഹത്തണൽ എന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ, അതെ, പണം കൂടിയപ്പോൾ അഹങ്കാരം കൂടി. പുത്തൻവീട് തറവാട്ടിലെ കുഞ്ഞെൻ്റെ വയറ്റിലുണ്ടെന്ന് തോന്നി. എന്തൊക്കെ തന്നെയാലും എന്നെ പരിഗണിക്കുമെന്ന് തോന്നി. അന്ന് എനിക്കും കുറച്ച് അഹങ്കാരം തോന്നി. അന്ന് സമീറ, ആ പാവപ്പെട്ട സമീറയുടെ വീട്ടിലേക്ക് പോകാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. വീട്ടിലെ വേലക്കാരിയായ അവളെ കാണാൻ ഞാൻ പോവേ എന്ന് പറഞ്ഞ് അന്ന് എനിക്ക് അഹങ്കാരമായിരുന്നു. അഹങ്കാരത്തിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതെ, ഐഷുമ്മ, നവാസ്ക, സമീറ എല്ലാവരോടൊന്ന് മാപ്പ് പറയണം. പക്ഷെ എങ്ങനെ? അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ടു. റബ്ബേ, അവൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭ്രാന്തിയെപ്പോലെ ആവുന്നേ തോന്നുകയാണ്. അതെ, ഞാനൊരു ഭ്രാന്തിയായി തീരൂ റബ്ബേ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. എന്നെ അന്വേഷിച്ച് വരാൻ ഒരാളുമില്ല. എൻ്റെ ബാപ്പ അങ്ങ് ദൂരെ, എൻ്റെ ഉമ്മയാണെങ്കിൽ അതെ, സത്താറും ഹസീനയും എന്താണ് പറയുന്നത് അതിനനുസരിച്ച്. എനിക്കൊരു വിലയുമില്ല. എൻ്റെ കൈകളിലുണ്ടായിരുന്ന ഈ ഒരു തുച്ഛമായ ക്യാഷ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ആ പാതിരാത്രിയിൽ അവൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. അവളെ നോക്കി പലരും ഓരോന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാ എന്നുള്ള രീതിയിലും, എന്താ റൂം കിട്ടിയില്ലേ, അങ്ങനെയും, വണ്ടി എപ്പോഴാ, കുട്ടി ഒറ്റയ്ക്കാണോ, അങ്ങനെ പല പല ശബ്ദങ്ങൾ അവളുടെ അടുത്തുകൂടെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾ ഒന്നിനും ആൻസർ കൊടുക്കുന്നില്ല. അവൾ ഒരു ഭ്രാന്തിയെപ്പോലെ അവിടെ ഇരിക്കുകയാണ്. പലരും പറയുന്നത് കേട്ടു, ആ പെണ്ണിന് സുഖമില്ലാത്തതാണ്, കുതിരവട്ടത്തു നിന്ന് ചാടിയതായിരിക്കും, അല്ലാതപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ. അങ്ങനെ പല രീതിയിലുള്ള വാക്കുകളും കേൾക്കേണ്ടി വരുന്നു. ഞാനായിട്ടെൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെടുത്തിയതാണ്. എങ്ങനെങ്കിലും കോയമ്പത്തൂർ എത്തണം. എന്നാൽ അവൾക്ക് വിശന്നിട്ട് വല്ലാതെ സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കടകളിലേക്ക് നോക്കി, അതെല്ലാം അടച്ചിട്ടിരിക്കുന്നു. അവൻ്റെ റബ്ബേ, പഠിച്ചോനെ. അതെ, വീണ്ടും അവൾ പൈപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് വെള്ളം കുടിച്ചു. എപ്പോഴാണ് അവളത് ഓർത്തത്, പഠിച്ചോനെ, 2 ദിവസം കഴിഞ്ഞ നോമ്പാണല്ലോ. എന്തൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ, ഞാൻ എന്ത് ചെയ്യും? നോമ്പ് പിടിക്കണം, എവിടെ നിൽക്കും എന്നൊന്നും എനിക്കറിയുന്നില്ല. അല്ലാ, ഇനി എങ്ങോട്ട് പോകാനും ക്യാഷ് തികയൂല. ഇല്ല, അവൾക്ക് വല്ലാത്ത വിശപ്പ്. അവൾ ആ സിമൻറ്റ് ബെഞ്ചിൽ വീണ്ടും ഒരിക്കൽ കൂടി കിടന്നപ്പോൾ പെട്ടെന്ന് അവളുടെ കാലുകളിൽ ഒരു തട്ടൽ. ഇത് കിടക്കാനുള്ളതല്ല, ഇരിക്കാനുള്ളതാണ്. ഇവിടെ എത്രയോ യാത്രക്കാർ വരുമ്പോൾ ഇരിക്കാനുള്ളത്, കിടക്കാനുള്ളവർക്ക് നിലത്ത് കിടക്കാം. അവൾ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് അവളുടെ വേഗം മുറുകെ പിടിച്ച്, അതെ, കിടക്കാൻ താഴെ, ഇതിരിക്കാനുള്ള സ്പേസാണ്, മനസ്സിലായല്ലോ. അതെ, അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ആ തറയിലിരുന്നു കണ്ണീർ വാർത്തു. റബ്ബേ, എൻ്റെ ഒരു വിധി. ഗൾഫിൽ സുഖസുന്ദരമായ ജീവിതം ഫ്ലാറ്റിൽ നയിച്ചിരുന്ന ഞാൻ, എല്ലാ സുഖസൗകര്യങ്ങളും എനിക്ക് ലഭിച്ചിരുന്നു. പക്ഷെ അഹങ്കാരം എന്നെ ഈ ഒരു നിലയിലാക്കി, ഒരു യാചകിയാക്കി. അവൾ വീണ്ടും അവിടെ ഇരുന്ന് കണ്ണീർ വാർത്തു. വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. പതുക്കെ എഴുന്നേറ്റു. തൊട്ടപ്പുറത്തുള്ള ആ ഒരു കട തുറക്കുകയാണെന്ന് തോന്നുന്നു. അവൾ പതുക്കെ അങ്ങോട്ടെത്തി. എന്താ? ചായയോ? എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ ഒരു പഴംപൊരി. നാ. വൃത്തിഹീനമായ ഒരു സ്ഥലമായിരുന്നു അവിടം. എങ്കിലും അവൾ അവിടെ നിന്ന് അത് കഴിച്ചു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അവളത് കഴിച്ച്. 40 രൂപ. അവൾ അവളുടെ കൈകളിൽ നിന്ന് 60-ൽ നിന്ന് അതാ
40 എടുത്ത് കൊടുത്തു. വെറും ഇനി 20 രൂപ മാത്രമാണ് ബാക്കി. ഇതുകൊണ്ട് ഞാനെന്ത് ചെയ്യാനാ? അവൾ പതുക്കെ പഴയ സ്ഥലത്തേക്ക് വന്നിരുന്നു. അവൾ ചുറ്റുഭാഗത്തുമായി ദയനീയമായി നോക്കി. ഇല്ല. ഒടുവിൽ അവളത് ട്രെയിനിൽ പോകാൻ അവൾക്ക് ക്യാഷില്ല. ഒടുവിൽ അവസാനമായിട്ട് അവൾക്ക് ഒരേ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ബാഗിൽ കരുതിയിരുന്ന ഒരു ഷാൾ മുമ്പിൽ വിരിച്ചു. അതിനു മുമ്പിൽ അവളിരുന്നു. എന്നാൽ അതിലൂടെ പോകുന്നവർ ഓരോ നാണയത്തുട്ടുകൾ 1 രൂപ 2 രൂപ അവളുടെ ആ ഒരു തുണിയിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. പഠിച്ചോനെ, ഞാനൊരു യാചകിയായി മാറിയല്ലോ എന്നുള്ള യഥാർത്ഥ സത്യം അവൾക്ക് മനസ്സിലായി. പലരും ചവിട്ടി മെതിച്ചു പോകുന്നു. ചിലർ പറയുന്നു, ഒന്ന് വഴിയിൽ നിന്ന് മാറി നിന്നൂടെ, ഈ യാചകർ ഇവിടെ വന്നിട്ട് വല്ലാത്തൊരു ശല്യം തന്നെയാണ്, ഇവരൊക്കെ പിടിച്ചു മാറ്റാൻ പോലീസില്ലേ? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് അതുവഴി വരുന്നു. ഇവിടെ യാചന പാടില്ല, അങ്ങോട്ട് മാറി നിൽക്കടി. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ നടുവിലാണോ യാചന നിൻ്റെ? അയാൾ തുണി പിടിച്ചു വലിച്ച് എടുത്തു. ആ ഒരു ചില്ലറ തുട്ടുകൾ 4 ഭാഗത്തേക്കുമായി വിതറി. കണ്ണീരോടെ അവളതെല്ലാം പെറുക്കിയെടുത്തു. റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാനുള്ള ക്യാഷ്. എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ തുണി വിരിച്ചിരിക്കാൻ പറ്റില്ല. ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കും. തൽക്കാലം അതൊന്നും വേണ്ട. എങ്കിലും ആരെങ്കിലൊക്കെ പോകുമ്പോൾ അവരുടെ മുമ്പിൽ കൈകൾ അവൾ നീട്ടുമ്പോഴും ഓരോ നാണയത്തുട്ടുകൾ വല്ലപ്പോഴും മാത്രം. എന്നാൽ അതിനിടയ്ക്ക് ചിലവർ, നിനക്ക് പണിക്ക് പോയിക്കൂടെ? തൊഴിലുറപ്പിന് പണിക്ക് പോയാലും കിട്ടുമല്ലോ 300 രൂപ. ഈ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് നടക്കണോ? ഒരു കുഴപ്പമില്ലല്ലോ കയ്യിനും കാലിനും. അങ്ങനെയും പറയുന്ന ചിലർ. എന്നാൽ തൻ്റെ അവസ്ഥ ആർക്കും അറിയുന്നില്ല. മതിയാക്കി, മതി, യാചിക്കണ്ട, എന്തിന്? അവൾ തൊട്ടടുത്തുള്ള ഒരാളോട് ചോദിച്ചു. കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ എങ്ങനെ ഈ ഭാഗത്തുണ്ടാകുക? അതിന് ട്രാക്ക് അപ്പുറത്തല്ലേ? ഇവിടെ വന്ന ഇത് ഇങ്ങോട്ടുള്ളതല്ല, ആ ഭാഗത്തേക്കുള്ളതാണ്. നിങ്ങൾ അപ്പുറത്തേക്ക് കിടക്കണം. യാചകന്മാരോട് അങ്ങനെ മിണ്ടാൻ പോകണ്ട, തൊട്ടപ്പുറത്ത് നിന്ന് സ്ത്രീ പറയുന്നു. അവരൊന്നിനും മടിക്കാത്തവരാണ്. അവരെന്ന് വെച്ചാലേ പുറത്ത് യാചകന്മാരായിരിക്കും, പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല ക്യാഷ് ഉണ്ടാവും. പിന്നെ നമ്മളോട് അങ്ങനെയൊക്കെ ചോദിക്കും, എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കാനായിരിക്കും. നമ്മൾ മയക്കുപൊടി ഇട്ട് വരെ അവർ ക്യാഷ് വെക്കും. അവരോടൊന്നും വഴി പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട, നിങ്ങളെന്തായാലും നിൽക്കുന്നത്. തടിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഭർത്താവിനോട് പറയുന്നു. അല്ല, അവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അതറിയില്ല, രൂപം കണ്ടാൽ മനസ്സിലാവില്ല. എല്ലാവരുടെയും ഉള്ളിലായിരിക്കും വിഷം. അതെല്ലാം അവൾ കേട്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം ഞാൻ കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ്. ഇത് ഞാൻ കേട്ടേ മതിയാവൂ. ഇതെനിക്കുള്ളത് തന്നെയാണ്. അയാൾ പറഞ്ഞതുപോലെ റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം. കൈകാലുകൾ കുഴയുന്നു. എന്നാൽ കുറേ ദൂരം അങ്ങോട്ട് നടന്നിട്ടാണ് ആ ഒരു കോണി വഴി അപ്പുറത്തേക്ക് കടക്കേണ്ടത്. എന്നാൽ ചിലരാകട്ടെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടി കടന്നു പോകുന്നുണ്ട്. അവൾ അവിടെ നിന്ന് റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ വല്ലാത്ത ഹൈറ്റ്, എന്നെക്കൊണ്ട് കഴിയുന്നില്ല. പ്രത്യേകിച്ച് പ്രസവവും കാര്യങ്ങളും ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ആരോഗ്യനില പൂർണ്ണമായും വഷളായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു വലിയ മതിൽ ചാടി റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങുവാനൊന്നും കഴിയുന്നില്ല. അവൾ പരമാവധി ശ്രമിച്ചു നോക്കി. എന്നാൽ അതിനിടയിൽ ഒരാൾ പറഞ്ഞു, എന്തിനാ, ജീവൻ കളയാനാണോ? ജീവൻ കളയാനാണെങ്കിൽ ഇവിടെ അല്ല, കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് പോയി നിൽക്ക്. ഇവിടെ ആകുമ്പോഴേ എങ്ങനെയെങ്കിലൊക്കെ നിർത്തും ട്രെയിന്. ഇത് പറ്റില്ല, ദൂരേക്ക് പോ. അയാളുടെയും ആ ഒരു വാക്കുകൾ അവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് തറപ്പിച്ചു. എന്നാൽ അവൾക്ക് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇറങ്ങാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. എന്നാൽ അപ്പോഴേക്കും ഓരോ ട്രെയിനുകൾ വന്നു തുടങ്ങി. ജീവനെടുക്കാനാണെങ്കിലേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിൽക്കണ്ട, ഇവിടെ ട്രെയിന് വരികയാണ്. ചൂളം വിളിച്ചുകൊണ്ട് ട്രെയിൻ ദൂരെ നിന്നും വരുന്നു. അവൾ അതിൻ്റെ ശക്തമായ കാറ്റിൽ അവൾ പാറിപ്പോകുന്ന പോലെ അവൾക്ക് തോന്നി. ഏത് നിമിഷവും ഞാൻ ട്രെയിനിനടിയിലേക്ക് തെറിച്ചു വീഴുമെന്നും തോന്നി. അവൾ ഭയന്ന് അവിടെ നിന്ന് കയറി ഇങ്ങോട്ട് തന്നെ നിന്നു. നിങ്ങൾക്ക് റോഡ് മുറിച്ച് കിടക്കാനെങ്കിൽ അപ്പുറം പോ. അപ്പുറം ഏകദേശം 1 കിലോമീറ്ററോളം നടന്നിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു കോണി വഴി അപ്പുറത്തേക്ക് ഇറങ്ങ്. അല്ലാതെ ഇവിടുന്ന് റോഡ് മുറിച്ച് കിടക്കല്ലേ വേണ്ടത്. എന്തിനാണ് നിങ്ങളൊക്കെ? ജീവിക്കാനാണോ മരിക്കാനാണോ? പല രീതിയിലുള്ള വാക്കുകൾ എല്ലാവരും പറയുമ്പോൾ അവൾ ഒരു കണ്ണീരോടെ
ഏതോ ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെ അതാ സൗദ നേരെ നടന്ന് നടന്ന് പോകുന്നു. കൈകാലുകൾ വല്ലാതെ തളരുന്നു. റബ്ബേ, എത്ര വലിയ കോണിപ്പടികളാണ്! എത്ര എണ്ണം കയറാനുണ്ട്! കാലുകൾ കുഴയുന്ന പോലെ. അവൾ 1-2 സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ അവളുടെ കാലുകൾ വല്ലാതെ അങ്ങ് കുഴഞ്ഞു. ഓ, അവൾ അവിടെ ഇരുന്നു. ഇല്ല, എന്താ ഇവിടെ വഴിയിലാണ് ഇരിക്കുന്നത്? പല രീതിയിലുള്ള സ്ത്രീകളുടെ ശബ്ദങ്ങളും. അവൾ വേച്ച് നടന്നു. എന്തൊക്കെയാകുന്നു? ഇല്ല, പ്രഷർ കുറയാണോ എന്തെന്നറിയില്ല റബ്ബേ, കണ്ണിലേക്ക് ഇരുട്ടടക്കുന്ന പോലെ. വഴി തടസ്സപ്പെടുത്തില്ല കുട്ടി. ഒരു വൃദ്ധനായ ഒരാൾ. അത് അവൾ അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റു നേരെ ആ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. അല്ലാ, താഴെ ട്രെയിനുകൾ അതാ വരുന്നു, നിർത്തുന്നു, പലരും കയറിപ്പോകുന്നു. അങ്ങനെ അവൾ പതുക്കെ ആ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്തേക്ക് അതാ കോണിപ്പടികൾ ഇറങ്ങി വരികയാണ്. എന്നാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ. എല്ലാവരും ട്രെയിൻ വരുമ്പോഴേക്കും എല്ലാവരും തള്ളിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുട്ടി എവിടേക്കാ? ഒരു സ്ത്രീ ചോദിക്കുന്നു. ഞാൻ കോയമ്പത്തൂർ. ആഹാ, കോയമ്പത്തൂരിലെ ട്രെയിനില്ലേ ഇപ്പോൾ പോയത്? കോയമ്പത്തൂരിലേക്ക് പോയി കഴിഞ്ഞ് ഇനി ട്രെയിന് 3 മണിക്കൂർ കഴിയും. അവൾ നിസ്സഹായയോടെ അവരെ നോക്കി. അല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ? ആ അതെ. എന്നവിടെ വെയിറ്റ് ചെയ്തിരുന്നോ? 3 മണിക്കൂർ കഴിയും. ഇപ്പം അങ്ങ് എടുത്ത് പോയിട്ടേ ഉള്ളൂ കുട്ടി എവിടെയായിരുന്നു? ടൈം അറിഞ്ഞില്ലേ? ഇല്ല, ടൈം. ഓ, എവിടെ നിന്ന് വരിക? അവൾ ഒന്നും മിണ്ടിയില്ല. അഥവാ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തും. കാരണം ഞാൻ ഒറ്റപ്പെട്ട രീതിയിലാണ്. എനിക്ക് ആരുമില്ല. എല്ലാം ഞാനായിട്ട് നഷ്ടപ്പെടുത്തിയതാണ്. എൻ്റെ പെറ്റുമ്മ വരെ എന്നെ ഉപേക്ഷിച്ചതാണ്. 2 ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്. പക്ഷേ ക്യാഷെല്ലാം കഴിഞ്ഞു. ആരോടൊന്നും പറയാനില്ല. 3 മണിക്കൂർ അവിടെ ഇരിക്കണം. അവൾ ആ ബെഞ്ചിൽ ഇരുന്നു. അത് രാവിലെ ഒരു പഴംപൊരിയും ചായയും കഴിച്ചതാണ്. സമയം കുറേ ആയി. വല്ലാതെ വയറ് കത്തിക്കാളുന്നു. എന്തു ചെയ്യും? തൊട്ടടുത്ത് അതാ ഒരു സ്ത്രീയും 2 മക്കളും അവരുടെ ഭർത്താവും അവരെന്തോ വാങ്ങി കഴിക്കുന്നുണ്ട്. അത് ഇഡ്ഡലിയും ചമ്മന്തിയും ചട്നിയുമൊക്കെ ഒരു പാത്രത്തിൽ. കുട്ടികളും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അത് കഴിക്കുന്നു. എന്നാൽ ആ കുട്ടികൾ ആ ഒരു ഇഡ്ഡലിയുടെ 1-2 കഷ്ണങ്ങളും കറിയും കുഴച്ചത് അവിടെ ബാക്കിയിട്ട് പോയിരിക്കുന്നു. എന്നാൽ അവൾക്ക് തോന്നി അത് അവർ ഇപ്പോൾ ബാസ്ക്കറ്റിലേക്ക് എടുത്തിടും എന്ന് തോന്നി. അവൾക്കാണെങ്കിൽ വിശപ്പ് കൊണ്ട് അതെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുകയായിരുന്നു. മുഴുവൻ കഴിക്കടാ. ഇതെന്താ പകുതി ഇട്ടത് പോയത്? മതി ഉമ്മച്ചി, എനിക്ക് മതി. മുഴുവൻ കഴിക്കേ. എന്താണ് ഇവിടെ ഉണ്ടാകുന്ന പാടില്ല. വേഗം ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്. ഉമ്മച്ചി കൊണ്ടുപോയിട്ടോ? അവൾക്കാകെ ഭയം തോന്നി. റബ്ബേ, അതെങ്ങാനും കൊണ്ടുപോയിട്ടിരുന്നെങ്കിൽ എനിക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം അതിൽ അല്പമുണ്ട്. അതെങ്കിലും മതി. എനിക്ക് കഴിയുന്നില്ല റബ്ബേ. കൊണ്ടുപോകാഞ്ഞാൽ മതിയായിരുന്നു. അവൾക്കത് ദയനീയമായി അവൾ ആ ഭക്ഷണത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അത് വിശപ്പാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരം. അവൾ ഓർത്തു. റൂഹുകൾ, അതെ, റൂഹുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ അവർ ആദ്യം വിസമ്മതിച്ചത്രേ. അവർ പറഞ്ഞത്രേ, ഞങ്ങളാണ് അള്ളാഹു, നീയാണ് അടിമ എന്നൊക്കെ പറഞ്ഞു അത്രേ. പക്ഷേ അള്ളാഹു എന്ത് പണി ചെയ്തത്രേ? വിശപ്പ് കൊടുത്ത് അവരെ പരീക്ഷിച്ചു. വിശക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നിക്കപ്പുറതി ഇല്ലാതായി. അവസാനമായി അവർ പടച്ച റബ്ബിനോട് പറഞ്ഞു, ഞങ്ങളാണ് അടിമകൾ, നീയാണ് യജമാനൻ എന്ന് പറഞ്ഞു. അതാ വിശപ്പ് കൊടുത്ത് പരീക്ഷിച്ചു. എനിക്കും ആ വിശപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ അതൊന്നും എടുക്കുക പോലുമില്ല ആ ഫുഡൊന്നും. ദയനീയമായി അവൾ ആ ഭക്ഷണത്തിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് നോക്കി. അവരിപ്പോഴത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. സൗദ അത് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ആ സ്ത്രീ, എന്താ ഇങ്ങോട്ട് നോക്കുന്നത്? കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ, കൊതി കൂടൂലേ? എന്നാൽ അയാൾ പറഞ്ഞു, അത് ബാക്കി ഭക്ഷണത്തിന് വേണ്ടി നോക്കുകയെന്ന് തോന്നുന്നു, അതങ്ങ് കൊടുത്തേക്ക്. എന്നാൽ കൊടുക്കൊന്നും വേണ്ട, വേണമെങ്കിൽ എടുത്ത് തിന്നോട്ടെ എന്ന് ആ സ്ത്രീയും പറഞ്ഞു. അത് 2 മക്കളുടെ പാത്രത്തിലും ഏകദേശം ഒരു 1.5 ഇഡ്ഡലിയോളം ബാക്കിയുണ്ടാവും. അതും പിച്ചിപ്പറിച്ച് അതിൽ ചട്നിയും എല്ലാം ഒഴിച്ചത്. അതായാലും മതി എന്നുള്ള രീതിയിൽ അത് അവർ കുടിച്ച ആ ഒരു ചായ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ചായയും ബാക്കിയുണ്ട് എന്ന് തോന്നി. അവർ അതും പറഞ്ഞ് കുട്ടികളെ കൈപിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി.
എന്നാൽ സൗദ ചുറ്റുഭാഗത്തുമായി നോക്കി. അതെ, വേസ്റ്റ് എടുക്കുന്നവർ അത് കൊണ്ടുപോകും എന്നുള്ള ഭയം അവൾക്കുണ്ടായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവിടേക്കെത്തി. ആ ഒരു ഇഡ്ഡലി പാത്രം, 2 പാത്രത്തിലെയും മുറിച്ചിട്ട ഇഡ്ഡലികൾ ഒന്നിലേക്കാക്കി. അവൾ അത് അത്യാർത്തിയോടെ വാരി കഴിക്കുകയാണ്. എന്നാൽ ചായയുടെ കപ്പിലും 1/4 ഗ്ലാസോളം ചായയുണ്ട്. അവൾക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു. അവൾ ആ 2 ഗ്ലാസ്സിലെയും ചായ ഒന്നാക്കി മാറ്റി. ഇപ്പോൾ 1/2 ഗ്ലാസ് ചായ കിട്ടി. അപ്പുറത്ത് പൈപ്പിൽ നിന്ന് ആ ഗ്ലാസ്സിലേക്ക് വെള്ളവും കുറച്ച് ചേർത്തു 1 ഗ്ലാസ് ചായയാക്കി മാറ്റി. അവൾ ഓർത്തു, റബ്ബേ, എൻ്റെ വിധി വന്നത്, എൻ്റെ ദുരിതം എനിക്കെന്താ റബ്ബേ ഇങ്ങനെ വന്നത്. അവൾ എങ്കിലും അത്യാർത്തിയോടുകൂടി അത് കഴിച്ചു. ചായയും കഴിച്ചപ്പോൾ അല്പം ഒരു ആശ്വാസം തോന്നി. അവൾ ആ വേസ്റ്റ് പാത്രവും ആ ഗ്ലാസും എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ടു. അവൾക്ക് ഭയം തോന്നി. റബ്ബേ, അടുത്ത പ്രാവശ്യം എന്തായിരിക്കും? 3 മണിക്കൂർ കാത്തു നിൽക്കുക. അവൾ കണ്ണീരോടെ അവിടെ ഇരുന്നു. എന്നാൽ ക്ലാസ് കഴിഞ്ഞു വന്ന റാഹിലയെ നാസറും ഷെറീനയും നല്ല രീതിയിൽ തലേന്ന് ഉപദ്രവിച്ചു. എടി, നീ ഞങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി നിൽക്കല്ലേ കേട്ടോ. കൂടി നിന്നിട്ട് ഇപ്പോൾ ചതിക്കുകയാണ്. നാസറേ, നല്ലോണം കരുതിക്കോ ഓളെ. ഓള് കൂടെ എന്ന് വഞ്ചിച്ചു. നല്ല സാധനം തന്നെ. ഇല്ല, ഞാൻ ഒന്നും പറയണ്ട. എന്നാൽ നാസറിൻ്റെ കയ്യിൽ നിന്നും ഷെറീനയുടെ കയ്യിൽ നിന്നും അവൾക്ക് നല്ല രീതിയിൽ പ്രഹരമേറ്റിട്ടുണ്ട്. അവളതൊന്നും പുറത്ത് പറഞ്ഞില്ല. രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ അവൾ ആ റൂമിൽ കിടന്നു. എന്തിനാണ് ഇങ്ങനത്തേനൊക്കെ എടുത്ത് പുറത്തേക്കിടുക വേണ്ടത്? വെറുതെ അല്ല മാപ്പിള ഉപേക്ഷിച്ച് വേറെ പെണ്ണെട്ടിയത്. ഇതല്ലേ ഓളെ സ്വഭാവം. കൂടെ നിൽക്കും, ഇപ്പോൾ കൂടെ നിന്ന് വഞ്ചിക്കുക. അതാണ് ഇപ്പോൾ ഓളെ പണി. എല്ലാത്തിനും കൂടെ നിന്നിട്ട് നാസറെ, പൊന്നാര നാസറെ, എന്നോട് പറയാൻ കുറച്ചൊന്നല്ല ഓള് ആ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് കട്ടുകൊടു നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ എൻ്റെ തലയിക്കിടാനേക്കരും ചിന്ത. എന്നാൽ അവൾ അതെല്ലാം കേട്ട് കരയുകയായിരുന്നു. താത്ത, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അന്നും താത്താൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയല്ലേ ഞാനത് ചെയ്തത്. അല്ലാതെ ഒരിക്കൽ പോലും ഇനിയിപ്പോൾ എൻ്റെ തലയിൽ കിട്ടോ അത്. താത്ത, ദയവായി ഇനിയെങ്കിലും നമുക്ക് നന്നാവുക. ഇജ് നന്നായിക്കോ. നന്നാകേണ്ടത് എന്നോട് ആരാ പറഞ്ഞത്? ഇതുവരെ ഇപ്പോൾ കേടായിരുന്നോ? എന്താന്നില്ലേ, പറയണേന്നുമില്ലേ ഓരോ മാനമര്യാദ. എന്നാൽ അവൾ ആലോചിച്ചു, താൻ സമീറയെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ, ഐഷമ്മയോട് ചെയ്തത്. ഐഷമ്മ ഇല്ലാത്ത സമയത്ത് ഐഷമ്മയുടെ സ്വർണം, എൻ്റെ റബ്ബെ, ആലോചിക്കാൻ വയ്യ. ഉസ്താദ് പറഞ്ഞ പോലെ നോമ്പ് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചവനോട് നല്ലോണം പൊറുക്കലിനെ തേടണം. അതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യന്മാരെ ആരോടെങ്കിലും എന്തോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോടും ഒന്ന് പൊരുത്തെ പിടിയിപ്പിക്കണം എന്നുള്ളതാണല്ലോ. അങ്ങനെ ആകുമ്പോഴാണല്ലോ പഠിച്ചവൻ നമ്മളെ ഇബാദത്തൊക്കെ സ്വീകരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇബാദത്ത് ചെയ്യുന്ന പോലാവും. എന്തൊക്കെ തന്നെയാലും പുത്തൻ വീട് തറവാട്ടിൽ നവാസിൻ്റെ മോനും ഷമ്മാസിൻ്റെ മോളും ഉമ്മ ഒരുമിച്ച് കിടത്തി അവരെ കളിപ്പിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഐഷുമ്മക്ക് വല്ലാത്ത സങ്കടമാണ്. റബ്ബേ. എന്നാൽ ഐഷുമ്മ പതിവ് തെറ്റിക്കാതെ ഈ പ്രാവശ്യവും അത് തുടർന്നു. മോനെ, ഷാമോനെ. എന്തോമ്മ? അല്ല മോനെ, നമ്മളിവിടെ കിറ്റ് എത്തിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും എത്തിച്ചോ മോനെ? ഉമ്മ, അത് പകുതി കൊടുത്തു കഴിഞ്ഞു, ഇനിയുണ്ട്. മോനെ, നമ്മൾ ഈ മഹല്ലത്തിലുള്ള എല്ലാവർക്കും അങ്ങോട്ട് എത്തിക്ക്. അത് പാവപ്പെട്ടോലോ പണക്കാരോ ഒന്നും നോക്കിയിട്ടില്ല, അങ്ങോട്ട് കൊടുത്തേക്ക്. പിന്നെ പാവങ്ങളായ കുറേ ആൾക്കാരുണ്ടാവും, നോമ്പിന് ഒന്നിനും കഴിവില്ലാത്തവർ. അതെ, നോമ്പ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചിലവൊക്കെ ഉള്ള മാസമാണല്ലോ. ഒന്നുമില്ലെങ്കിൽ നോമ്പ് തുറക്കാനൊക്കെ എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ അത്യാവശ്യം വേണ്ടി വരും. പാലായിട്ടും അരിപ്പൊടി, പഞ്ചസാര, അങ്ങനെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം വേണ്ടി വരും. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി കിറ്റ് എത്തിച്ചില്ല എല്ലാവർക്കും. അതിലെന്തൊക്കെയുണ്ടായിരുന്നു? അതിലും അരിപ്പൊടിയും അതുപോലെ പഞ്ചസാര, റവ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പാൽപ്പൊടി, പിന്നെ മസാലപ്പൊടികൾ, അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊന്നുമോനെ, അത് ഉമ്മാൻ്റെ കുട്ടി കൊടുത്തല്ലോ. എന്തൊക്കെ തന്നെയാലും എന്നാലേ ഒരു കാര്യം കൂടി ഉണ്ട്. കുറച്ച് എണ്ണപ്പെട്ട ആൾക്കാരുണ്ട്, ഓൽക്ക് ഉമ്മാൻ്റെ കുട്ടി ആ പൈസ കൊണ്ട് എത്തിച്ച് കൊടുക്കി കേട്ടോ. അത് ഓൽക്ക് നോമ്പിന് കയ്യാളെ ചിലവും കാര്യങ്ങളൊക്കെ അത് നമുക്ക് കൊടുക്കാഞ്ഞാൽ പറ്റൂല. ഓല് കഷ്ടപ്പെട്ടുള്ളൊരു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ടാവും. അത് ഒരു ദിവസം പണി മുടങ്ങിയാൽ വല്ല പൈസ മുടങ്ങിയില്ല, അങ്ങനത്തെ ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ ഉമ്മാൻ്റെ കുട്ടി അത് എത്തേണ്ടടുത്ത് എത്തിച്ച് കൊടുക്കി. പിന്നെ നുസൈബാൻ്റെ വീട്ടിൽ കൊടുക്കാൻ മറക്കല്ലിട്ടോ.
മറ്റോടത്തൊക്കെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കൊടുത്താൽ വാങ്ങൂല്ല. സൗദൻ്റെ വീട്ടുകാർക്കൊക്കെ ഓലൊക്കെ വലിയ വലിയ ആൾക്കാരായില്ല, ഒന്നും സാരമില്ല. ഉമ്മാൻ്റെ കുട്ടി എന്നാലും അർഹതപ്പെട്ടവർക്കൊക്കെ അത് എത്തിച്ചു കൊടുക്കി. പിന്നെ നുസൈബാൻ്റെ വല്യമ്മാൻ്റെ വീട്ടിലേക്ക് ആ മറക്കല്ലിട്ടോ, പാവങ്ങളാണ്, അങ്ങോട്ട് എത്തിച്ചു കൊടുക്കി. ഇനിയിപ്പോൾ ഫസീലും മക്കളും ഓലൊക്കെ ഉംറക്ക് പോയിക്കല്ലേ, ഓല് മറ്റന്നാൾക്ക് എത്തുന്നും പറയുന്നുണ്ട്. അല്ല മോനെ, ഫസീലും കുട്ടികളും അവിടെ നിൽക്കുകയെന്നും പറയുന്നുണ്ട്. നവാസിന് ആകപ്പാടെ ടെൻഷനോ എന്തൊക്കെയായിട്ട്. ഞാൻ പറഞ്ഞു അവിടെ നിന്നോട്ടെ, ഇനിയിപ്പോൾ ഓലെ ഉമ്മാക്കും ഉപ്പാക്കും മോനക്കും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടില്ലെങ്കിൽ ഓലിപ്പോൾ ഒറ്റയ്ക്ക് തന്നെയല്ല അവിടെ കഴിഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇവിടെ നിന്നോട്ടെ, കുറച്ച് ദിവസമുള്ള അവിടെ നിന്നോട്ടെ എന്ന് എൻ്റെ അഭിപ്രായം. എന്നിട്ട് ഓല് ഒരുമിച്ച് വരാമെന്നും പറയുന്നുണ്ട്. എന്തേ? എന്നാൽ അത് കേട്ട് ഷമ്മാസ് ഞെട്ടി. ആണോ ഉമ്മ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, അവർക്ക് കുഴപ്പമൊന്നും, ഉമ്മ ഒന്നും അത്ര കുഴപ്പമൊന്നും ഇല്ലല്ലോ, പിന്നെ മോനുണ്ടല്ലോ, പേടിക്കാനൊന്നുമില്ലല്ലോ. അതേ മോനെ, എന്നാൽ ഓല് വന്നോട്ടെ, എന്നാൽ മറ്റുള്ളവിടെ നിൽക്കട്ടെ. എന്തൊക്കെ തന്നാലും നവാസിൻ്റെ മനസ്സിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാവും. കാരണം ഓന് കുട്ടികളും മക്കളൊന്നും ഒന്നും ഇല്ലാതെ അങ്ങനെ എപ്പോഴും കുട്ടികളൊപ്പം തന്നെയല്ല, കുട്ടികൾ പോരാൻ കൂട്ടക്കണമില്ലല്ലോ. ഉപ്പച്ചി വേണം, ഓനാണെങ്കിൽ അവിടെ അർജൻറ്റായിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നോമ്പൊക്കെ അല്ലേ, തിരക്കായിരിക്കും, ഇപ്പോൾ വന്നാൽ പറ്റൂല എന്നൊക്കെയാണ് പറഞ്ഞെന്നും പറഞ്ഞു. അപ്പം എന്തൊക്കെ തന്നെയാലും ഓലൊന്നും അവിടെ നിന്നോട്ടെ. ശരിക്കും ഷമ്മാസിന് അത് സന്തോഷമായി. അതേ ഉമ്മ, ശരിയാണ്, അവരവിടെ നിന്നോട്ടെ, നവാസ്ക്ക് അല്ലെങ്കിൽ വിഷമിക്കും. മക്കളും കൂടി പോന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ ഉണ്ടായിട്ടാണ്, അല്ലേ കുഴപ്പമില്ലായിരുന്നു. മറ്റേത് സൗദ ഉള്ളപ്പോൾ നല്ല സമാധാനം സുഖവും സന്തോഷമായിരുന്നല്ലോ. എന്നാലും എൻ്റെ മോനെ, ഞാൻ ആലോചിച്ച ഒരു പണിയാണ്. കാരണം കഴിഞ്ഞ കൊല്ലം ഇപ്പോൾ ഓൻ നിക്കാഹ് കഴിച്ചിട്ടില്ല. നിക്കാഹ് കഴിച്ച് ഗൾഫ് കൊണ്ടുപോകലും ഓലവിടെ സുഖസുന്ദരമായി ജീവിക്കലും അവിടെ ഗർഭിണിയാകലും ഒക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി. എന്താ, മനുഷ്യന് വന്ന വഴി മറന്നു. ഓലിപ്പോൾ നമ്മളെയും വേണ്ട, ഒന്നും വേണ്ട പോലെ അവിടെ ജീവിക്കുക, കുട്ടീനെ പോലും വേണ്ടാത്ത രീതിയിൽ. ഉമ്മ, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, തൽക്കാലം കുഞ്ഞ് സേഫ്റ്റി ആണല്ലോ, അതന്നെ വലിയ ഭാഗ്യം തന്നെയല്ലേ. അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. അതേ മോനെ, ഓലല്ലോ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ. ഇനിയിപ്പോൾ ആരെയും കൂടെ ജീവിക്കുക, എന്തായാലും നമുക്ക് കുഴപ്പമില്ല. എൻ്റെ കുട്ടിക്ക് മനസ്സിക്ക് വിഷമാകാൻ ഞാൻ മതിനെ, അതാ എൻ്റെ കുട്ടീനെ കിട്ടിയല്ലോ. എന്നാലും മനസ്സിനുള്ളിക്കൊരു വേദനയാണ്. പെറ്റ തള്ള അങ്ങനെ കാട്ടിയല്ലോ, പെറ്റ തള്ള പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതും വല്ലാത്തൊരു വേദന മനസ്സിലാണ്. സാരമില്ല ഉമ്മയെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഉമ്മ ടെൻഷനാണ്ട. റമദാൻ മാസമാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഉമ്മ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക, നോമ്പൊക്കെ നോൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ പ്രഷറും ഷുഗറും കുറയലും കൂടുതലൊക്കെ ആയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ഉമ്മ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ആരും കിള്ളക്കുട്ടികളായിട്ടില്ല, എല്ലാവരും പക്വത വെച്ചവരാണ്. എല്ലാവർക്കും അറിയാം എന്തൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ളത്. ഉമ്മ ഇനിയും മക്കളെയും മരുക്കളെയും ഇങ്ങനെ താലോലിച്ച് നോക്കി ഇടങ്ങാറാവണ്ട. അതെ, ഫൈസൽക്കും മുന്താസും അവരെ കല്യാണം ഏകദേശം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. അത് കുറച്ച് ദിവസം നോമ്പ് അങ്ങോട്ട് കഴിയുന്നതോട് കൂടി നമുക്ക് പോയിട്ട് അങ്ങോട്ട് നിക്കാഹിൻ്റെ ഡേറ്റ് അങ്ങോട്ട് ഉറപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരട്ടെ, അവരല്ലേ ഇനിയിപ്പോൾ ഉള്ളത്. പിന്നെ നവാസ്കാൻ്റെ പെണ്ണങ്ങനെ നവാസ്ക പറഞ്ഞത് കേൾക്കാതെ പോയി, അതങ്ങനെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അതിന് പകരം ഫസീലത്ത വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ തട്ടിമുട്ടി കഴിഞ്ഞ് പോയിക്കൊണ്ട് ഒന്നും കുഴപ്പമില്ല. ഉമ്മ ഞാൻ ഒന്നും വിചാരിക്കില്ലേ അതിനെക്കുറിച്ച് കേട്ടോ മോനെ. പെട്ടെന്ന് തന്നെ അതാ ഐഷുമ്മ റൂമിലേക്ക് ചെന്നു. അവരുടെ ആ ഒരു അലമാര അതാ തുറക്കുകയാണ്. മോനെ, ഇവിടെ ഒന്നാണ് ഇമ്മാനൊട്ടി. എന്തി ഉമ്മ, വരി. ഇത് അല്ലമ്മ, അപ്പോൾ ഈ ക്യാഷൊന്നും ബാങ്കിൽ ഇട്ടിട്ടില്ലേനോ? മോനെ, ഞാൻ അത്യാവശ്യത്തിന് എന്നിപ്പോൾ ഈ ഗൂഗിൾ പേയും ബാങ്കൊന്നും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നുണ്ടോ? ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ ഒരു കാറ്റും മയം വരിക, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം എന്തൊക്കെ തന്നെ ആയാലും കറണ്ടും വെളിച്ചം ഇല്ലാത്ത കാലം വരൂലേ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുമോ? നമുക്ക് പോകാൻ കഴിയുമോ? ഫോൺ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് കരുതി വെക്കുന്നതാണ് പൈസ കയ്യിൽ. എൻ്റെ പൊന്നാര മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇത് എത്ര ചോല കയ്യിൽ കൊടുത്താൽ ചിലവർക്ക് കയ്യിൽ കിട്ടുന്നത് തൃപ്തിയേക്കാരം, പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ. ഓൾക്ക് എത്ര വെച്ചത് ഉമ്മാൻ്റെ കുട്ടി കൊടുക്കി. എല്ലാവർക്കും ഇട്ട നോമ്പൊക്കെ അല്ലേ വരുന്നത്, ഉമ്മാൻ്റെ കുട്ടി പോയി കൊടുക്കി. ഉമ്മ, ഇത് അത്യാവശ്യം ഉണ്ടല്ലോ. അതേ മോനെ, ഒരു മാസത്തിന് ചിലവിനുള്ളതാണ് കൊടുക്കണേ. ഓൾക്ക് പഴങ്ങളും പാലും അതേപോലെ തന്നെ ഇറച്ചി മീനും കോഴിയൊക്കെ വേണ്ടിയില്ലേ. അപ്പോൾ അതിനുള്ള അത്യാവശ്യം ഉമ്മാൻ്റെ കുട്ടി കണ്ടുപിടിച്ച് കൊടുക്കിട്ട കുറച്ച് ആൾക്കാർ. അതിൽ ഞാൻ പറഞ്ഞ 2 പെരക്കാരെ മറക്കല്ലേ. സൗദൻ്റെ പെരക്കാർക്ക് നമ്മൾ നല്ലോ മട്ടത്തിന് കൊടുത്തീനു, പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഓലൊക്കെ വലിയ ആൾക്കാരായി. അത് സാരമില്ല.
ഏതായാലും ഉമ്മാൻ്റെ കുട്ടി അർഹതപ്പെട്ടവരെ കൈകളിൽ എത്തിക്ക്. ആ പിന്നെ ഇവിടുത്തെ ജമീലത്താത്താക്ക് കുറച്ച് എന്തെങ്കിലും കൊടുക്കുക. ഒറ്റങ്ങളും പാവങ്ങളാണ്. ഓൻ ആ ഓട്ടോറിക്ഷ ഉന്തി നടന്നിട്ട് വേണ്ടേ. അങ്ങനെ അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് ഉമ്മാൻ്റെ കുട്ടി കൊടുക്കിട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ പുത്തൻ വീട് തറവാടിൻ്റെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. അടുക്കള വാതിലിൽ. ഐഷുമ്മ, ഐഷുമ്മ, ആരപ്പത്? ആരപ്പ എന്നെങ്ങനെ മുട്ടി വിളിച്ചണേ? ആരപ്പത്? പെട്ടെന്ന് അതാ ഐഷുമ്മ അവിടെ നിന്ന് എഴുന്നേറ്റു. അല്ലാ, ആരപ്പന്നെ വിളിച്ചെന്നാവോ ഈ നോമ്പും തലേന്നൊക്കെ ആയിട്ട്. ഉമ്മ, അതുമല്ല പിരിവാരൊക്കെ ആയിരിക്കും, ശ്രദ്ധിക്കണം കേട്ടോ. ഈ സമയത്ത് നല്ലോണം പിരിവിന് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അല്ല മോനത് ഇന്നെ അറിയണാണ്, എൻ്റെ പേരാ വിളിച്ചത്. ഉമ്മ ശ്രദ്ധിക്കണം, ഈ ഒരു സമയം നല്ലോണം ശ്രദ്ധിക്കണ സമയമാണ്. മനസ്സിലായില്ല? പല രീതിയിലുള്ള കൈകളിലൊക്കെ എന്തൊക്കെ മയക്കുമരുന്നിൻ്റെ പൊടികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഉമ്മ. മുളക് പൊടി അറിഞ്ഞിട്ട് അമ്മാൻ്റെ കയ്യുമ്പത്തും കൗത്തതൊക്കെ ഒന്ന് എടുത്തു വെച്ചാളേ. അതൊക്കെ ഒന്നിനും മടിക്കാത്താണ്. ഒരു തരി പൊന്നിൻ്റെ വില ഉമ്മക്ക് അറിയില്ലേ മോനെ? ഇത് അതൊന്നല്ലടാ, ഒന്ന് പോയി നോക്കട്ടെ. അങ്ങനെ അത് ഐഷുമ്മ വർക്ക് ഏരിയയിലേക്ക് ചെല്ലുകയാണ്. അല്ലാ, ആരാപ്പാന്നാവും. ഐഷുമ്മ വാതിൽ തുറക്കുന്നു. ആരായിരിക്കും പുത്തൻ വീട് തറവാട്ടിലേക്ക് വന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലരും റമദാനിലെ കഥ വേണ്ട ഇടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ ഇടണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കട്ടെ. കേൾക്കണം എന്നുള്ളവർക്ക് കേൾക്കാം, കേൾക്കേണ്ട എന്നുള്ളവർക്ക് ഞാൻ കഴിയുകയാണെങ്കിൽ വിടണ്ട കേട്ടോ. എന്നെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ തറാവി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കുറച്ച് സമയങ്ങൾ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയം ഉണ്ടാവില്ല. ആ സമയത്ത് കാണണം എന്നുള്ളവർക്ക് കാണാം. ഞാൻ ആരും നിർബന്ധിക്കണില്ല കേട്ടോ. പരമാവധി നമ്മൾ ഈ ഭാഗത്തുകളൊക്കെ ചെയ്യുക. എങ്കിലും ഞാൻ ചില ആളുകൾ, അതായത് പ്രവാസികളായ ആളുകളൊക്കെ ഒരുപാട് ചിലപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുമല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അത് കഴിയുകയാണെങ്കിൽ ഇടണ്ട് ഇൻഷാ അല്ലാ കേട്ടോ. അത് ഉറപ്പില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഇഷ്ടം പോലെയാണ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ കേൾക്കൊന്നും വേണ്ടിട്ട് ഇൻഷാ അല്ലാ. മുമ്പ് കഴിഞ്ഞിട്ടൊക്കെ കേട്ടാലൊക്കെ മതി ഇൻഷാ അല്ലാ. എന്തൊക്കെ തന്നെയാലും നമുക്ക് എല്ലാവരും ഒന്ന് ഒരുമിപ്പിക്കണം. നമ്മളെ മുന്താസ്, നമ്മുടെ ഫൈസൽ, അതുപോലെ സൗദിയുടെ കാര്യം ഇനി എന്താ ഏതാന്നൊക്കെ നമുക്ക് അറിയാം. കാരണം അവൾ അനുഭവിച്ചു കഴിഞ്ഞു. ഒരു കാലത്ത് ഇങ്ങനെ നല്ല സുഖമായി, കഷ്ടപ്പെട്ടതായിരുന്നു, പിന്നെ സുഖമായി. പക്ഷെ അപ്പോഴേക്കും വന്ന വഴി മറന്നു, ഇങ്ങനെ ആയി മാറി. അപ്പോൾ എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തുക. ഞാൻ ഇന്നലെ ഒരു ഗദ്ദാമയുടെ കഥ വിട്ടിരുന്നല്ലോ അല്ലേ. ഒരു ഗദ്ദാമ എന്ന് വെച്ചാൽ പലർക്കും, പല ആളുകൾക്കും അനുഭവമുള്ള കഥകൾ. നമ്മളെ കഥ കേൾക്കുന്നതിൽ ഒരുപാട് ഗദ്ദാമകളും അറബി വീട്ടിൽ ജോലി ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു സഹോദരി, ഒരു ഉമ്മ, സബീന ഉമ്മ എന്ന് പറഞ്ഞൊരു ഉമ്മ ഒരു വോയിസ് എനിക്ക് വിട്ടിട്ടുണ്ട് കരഞ്ഞുകൊണ്ട്. അവർ ഗദ്ദാമയാണ്. അവർ അറബ് നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ അനുഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു കഥ വിട്ടിരുന്നു. എന്തൊക്കെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല സുഖസുന്ദരമായ ജീവിതം അവിടെ നൽകട്ടെ. അതുപോലെ നല്ല രീതിയിൽ അവിടെ നിൽക്കുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.